ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായിരുന്ന ജങ്കാർ സർവീസ് നിലച്ചിട്ട് മാസങ്ങളായതാണ് കോഴിക്കോട് കടലുണ്ടി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് കാലത്തെ ചൂടൻ ചർച്ച. ജങ്കാർ സർവീസ് നിലച്ചത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുമോ? കടലുണ്ടിയിൽ നിന്ന് ഷബീർ ഉമർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പലവിധ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാറുള്ളത്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണഗതിയിൽ ഓരോ പ്രദേശത്തെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് അതത് തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകാറുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കടലുണ്ടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ബോട്ട് ജെട്ടിയിലാണ്. ഈ കടവിൽ നിന്നുണ്ടായിരുന്ന ജങ്കാർ സർവീസ് നിലച്ചിട്ട് 4 മാസമായി. ഇപ്പോൾ താൽക്കാലികമായി യാത്രക്കാർക്ക് പോകാനുള്ള ബോട്ട് സർവീസ് മാത്രമാണുള്ളത്. അപ്പോൾ വലിയ തരത്തിലുള്ള പ്രയാസം ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ മാസങ്ങളായി അവർ പറയുന്നതാണ്. പുനഃസ്ഥാപിക്കണം, ജങ്കാർ സർവീസ് പുനഃസ്ഥാപിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ഈ ജങ്കാർ സർവീസ് നിലച്ച വിഷയം ചർച്ചയാകും. തെരഞ്ഞെടുപ്പിൽ ഇതായിരിക്കും പ്രധാന ചർച്ച. തീർച്ചയായിട്ടും തീരദേശ മേഖലയിലുള്ള ജനങ്ങൾ എതിരായിട്ട് വോട്ട് രേഖപ്പെടുത്തും. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ, പഞ്ചായത്തിന് ഉത്തരവാദപ്പെട്ട ഭരണസമിതിയാണ് ഇതിന്റെ അലംഭാവം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം ഇത് തീർച്ചയായിട്ടും എന്താണ് തെരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നത്. നന്നാക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു നന്നാക്കാത്താണ് ഏത് പഞ്ചായത്ത്. ഇനിയും 6 മാസം കഴിയട്ടെന്നാണ് പഞ്ചായത്ത് പറഞ്ഞത്. നിങ്ങൾ ജങ്കാർ സർവീസ് കരാർ ഏറ്റെടുത്ത ടീമാണല്ലേ? എന്താ ഇപ്പം നിലവിലെ പ്രശ്നം ശരിക്കും? ഇപ്രാവശ്യം കടൽക്ഷോഭം കുറച്ച് കൂടുതലാണ്. കടലിൻ്റെ അടി കാരണം ബേപ്പൂർ സൈഡിലുള്ള ജെട്ടി പൊളിഞ്ഞ്, അപ്പം പൊളിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ജങ്കാർ സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല. ബോട്ട് സർവീസ് നിങ്ങൾ ഏർപ്പെടുത്തിയതാണല്ലേ? ബോട്ട് സർവീസ് നമ്മൾ വെച്ചതാണ്. നമ്മൾ ജനങ്ങളെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഒരുപാട് നഷ്ടത്തിലാണ് ഇപ്പോൾ ഓടുന്നത്. എന്നാലും നമ്മൾ ജനങ്ങളെ ആവശ്യപ്രകാരം വെച്ചതാണ്. അത് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് നിർദ്ദേശം വാങ്ങി പഞ്ചായത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം LDF ആണ് ഭരിക്കുന്നത്. ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമാവോ? പ്രതികൂലമാവാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഒരു ചെറിയൊരു കാലതാമസം ഉണ്ടാവും. അതിൻ്റെ ഒരു ചെറിയ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ 3 മാസം കൊണ്ട് പൂർത്തീകരിച്ച് നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സുതാര്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് കിട്ടുന്നുള്ളതാണ്. ഈ ഹാർബറിനോടനുബന്ധിച്ച് പ്രതിപക്ഷ മെമ്പർമാർ വളരെ ശക്തമായി ഒരുപാട് ജനകീയ സമരങ്ങൾ നടത്തി. കാരണം ഭരണസമിതി വേണ്ടത്ര ഫണ്ട് ഉപയോഗിക്കാറില്ല, ഇവിടെ വിനിയോഗിക്കില്ല. അത് വളരെ മുടന്ത ന്യായങ്ങൾ പറയും. അവിടെ കരാർ കൊടുത്തിന് ടെൻഡർ പുതുക്കിന് 12 ലക്ഷം അവിടെ ഇവിടെ. പക്ഷെ അതൊക്കെ വെറും കടലാസിൽ ഒതുങ്ങിക്കാണ്. അത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കോ? തീർച്ചയായും പ്രതിഫലിക്കല്ലോ. പഞ്ചായത്തിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് 4 മാസമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. അല്ല, ഇത് ജെട്ടി പൊളിഞ്ഞത് നമ്മളാരെ കുറ്റമല്ലല്ലോ. ജെട്ടി നിലവിലുണ്ടായിരുന്ന ഒരു സാധനം പൊളിഞ്ഞ് പെട്ടെന്ന് പൊളിയാണുണ്ടായത്. അതേറ്റ് ബന്ധപ്പെട്ട് അതിന് ഫണ്ടും കാര്യങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഫണ്ട് കാര്യങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ബോട്ടിൽ കൂടി കയറി നോക്കാം. യാത്രക്കാരുടെ കൂടി പ്രതികരണം തരുന്നുണ്ട്. ഇതിപ്പോൾ ഈ ജങ്കാർ നിലച്ച് കുറച്ചായല്ലോ. സ്ഥിരം യാത്ര നമ്മൾ 2 കുട്ടികളെ അവിടെ ബേപ്പൂർ കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാനൊക്കെ വളരെ പ്രയാസമുണ്ട്, ജങ്കാർ ഇല്ലാത്തതുകൊണ്ട്. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചയാവോ? ആകേണ്ടതാണ്. ജങ്കാർ ആണ് കൂടുതൽ നല്ലത്, പെട്ടെന്ന് പോയി വരാനുള്ള സൗകര്യം. ഇത്രയും കൊല്ലമായിട്ട് 5 കൊല്ലമായിട്ട് അവർക്ക് ഇതുവരെ ഒരു തീരുമാനമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇലക്ഷൻ ആകുമ്പോൾ മാത്രം എന്തിനാ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം? തെരഞ്ഞെടുപ്പാണല്ലോ, അതിലൊരു ചർച്ചാ വിഷയം ഇതായിരിക്കും. ചർച്ചാ വിഷയം ആവണം എന്നുള്ളതാണ്. കാരണം ഒരുപാട് സ്ത്രീകളും യാത്രക്കാരൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കോഴിക്കോട് പോകണമെന്നുണ്ടെങ്കിൽ കരിയന്തിരുത്തി അതിലെ ചുറ്റിയിട്ട് വരണം. ഇതാകുമ്പോൾ നമുക്കൊരു 10 മിനിറ്റിൻ്റെ യാത്ര ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് ഇവിടുന്ന് ബസ്സൊക്കെ ഉണ്ടാവും. പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ യാത്രക്ക് ഈ തീരദേശ മേഖലയിൽ നിന്ന് അങ്ങനെ ചുറ്റി പോകുന്നതിനേക്കാൾ കൂടുതൽ ഇതിൽ ഭയങ്കര എളുപ്പമാണ്. അതുകൊണ്ടല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ജങ്കാർ സർവീസ് നിലച്ച് ഏതാണ്ട് 4 മാസം ആവുകയാണ്. അത് വലിയ തരത്തിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ചർച്ചയാകും. ആ ചർച്ച കൂടി ഇത്തവണത്തെ കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഉമർ, മീഡിയ 1, കോഴിക്കോട്.